എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചക്ക കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പഴുത്ത ചക്ക മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു. അര ഗ്ലാസ് പാലും ഒഴിച്ചു കൊടുത്തു. ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി ചീനച്ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. അതിലേക്ക് കുറച്ച് നട്ട്സ് ഞുറുക്കിയത് ഇട്ട് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഇത് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് അരച്ച് വെച്ച ചക്ക ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നന്നായിട്ട് ഇളക്കി ഒന്ന് നല്ലപോലെ വരട്ടിയെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിന് സ്റ്റവ് ഓഫാക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1.5 ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് പൗഡറും കുറച്ച് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. മാവും അതും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനിയും മിക്സിയിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാരയ്ക്ക് പകരം 1 സ്പൂൺ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ശർക്കര ഞാൻ കരിമ്പിൻ ജ്യൂസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് സാധാരണ ശർക്കരയേക്കാൾ നല്ല മധുരം ഉള്ളതാണ്. അതുകൊണ്ട് കുറച്ചിട്ടാൽ തന്നെ നല്ല മധുരം കിട്ടും. ഒരു സ്പൂണ് അത് ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഇനി വരട്ടി വെച്ച ചക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടി നന്നായിട്ട് ഒന്ന് കറക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് മാവ് കുറേശ്ശെ ഇട്ട് എടുത്തു വെച്ച പാലും കൂടി ഒഴിച്ച് ഒന്ന് കറക്കേ വേണ്ടൂ. മാവ് ഒന്ന് അതിൽ മിക്സ് ആവേ വേണ്ടൂ. ഇനി ബാക്കി മാവും ഇട്ട് പാലും കൂടെ ഒഴിച്ച് ഒന്നും കൂടി കറക്കേ വേണ്ടൂ. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മാവ് എടുക്കുക. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് തടവി വയ്ക്കാം. അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഞുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് വെച്ച ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് 10 മിനിറ്റ് മുമ്പേ ഞാൻ ചൂടാക്കാൻ വെച്ചതാണ്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ട് ഒരു റിങ്ങും വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് ഈ കേക്ക് ഉണ്ടാക്കാൻ വയ്ക്കുന്നത്. ഇപ്പോൾ ഇത് ഫുൾ ഫ്ലെയിമിലിരിക്കുകയാണ്. ഇനി ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫാക്കാവുന്നതാണ്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കേക്കാണത്.
ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.